ഇന്നലെ വൈകിട്ട് 5:20 നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. പൊള്ളാച്ചി വഴി മടങ്ങുമ്പോൾ ആയിരുന്നു ഈ ദുരന്തം ഉണ്ടാകുന്നത്. ചുരത്തിലെ 13ാം ഹെയർപിൻ വളവ് തിരിയുന്നതിനിടെയാണ് വാഹനം നിയന്ത്രണം വിടുകയും അങ്ങനെ ഏതാണ്ട് 300 അടിയോളം താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞു എന്നാണ് അറിയുന്നത്. തൊട്ടു പിന്നാലെ വന്ന വാഹനത്തിലെ ആളുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് പലതവണ ഈ 300 അടി താഴ്ചയിലേക്ക് പലതവണ വാഹനം കീഴ്മേൽ മറിഞ്ഞിരുന്നു എന്നതാണ്. അങ്ങനെയാണ് 9ാം വളവിലേക്ക് ഈ വാഹനം പതിച്ചത് എന്നതും 8 പേർ ആ അപകട സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നുമാണ് അറിയുന്നത്. ഒരാൾ ആശുപത്രിയിലേക്ക് എത്തുന്നതിനിടെ മരണപ്പെട്ടു എന്നതുമാണ് വിവരം. അങ്ങനെ വലിയ ദുരന്തം, വലിയ അപകടം ആണ് സംഭവിച്ചത്. ആ അപകടത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും നാട്ടുകാർ മുക്തരായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ ആൾക്കൂട്ടം ഈ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഒരു നാട് ഒന്നടങ്കം വിലാപത്തോടുകൂടി കണ്ണീർ വാർത്ത് ഇവർ അധ്യാപകരെ യാത്ര അയക്കുകയാണ്. നമുക്ക് അവിടെ നിന്നുള്ള അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് പൊതുദർശനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് നാട്ടുകാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇനി അവരവരുടെ വസതികളിലേക്ക് ഈ മൃതദേഹം എത്തിക്കേണ്ടതുണ്ട്. 9 മൃതദേഹങ്ങളും ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അതിനുശേഷം വസതിയിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നീട് അവിടെയും ചെറിയ നിലയിൽ ആളുകൾക്ക് കാണുവാനുള്ള സമയം അനുവദിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് ചടങ്ങുകളോടെ, മതപരമായ ചടങ്ങുകളോടെ സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുക. ഇപ്പോൾ ഒരു ജനത ഒന്നടക്കം ഇവർക്ക് യാത്രയയപ്പ് നൽകുകയാണ്. വേനലവധിക്ക് മുമ്പ് വരെ കളിചിരികൾ നിറഞ്ഞ നിരവധി കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന ആ അങ്കണത്തിൽ, സ്കൂൾ മുറ്റത്ത് ഇപ്പോൾ കണ്ണീർ തുള്ളികൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ മാത്രമാണ് അവിടെയുള്ളത്. കളിചിരികൾ മാത്രമുണ്ടായിരുന്ന ആ സ്കൂൾ ഇപ്പോൾ ഏറെ വിങ്ങിപ്പൊട്ടുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 13 അംഗ സംഘം ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. അതിൽ 9 പേരും മരണപ്പെടുന്നു. 4 പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ഒരു സ്കൂളിലെ അധ്യാപകർ ഒന്നടങ്കം ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമാകുന്നത്. 6 അധ്യാപകർ, ഒരു സ്കൂളിലെ തന്നെ 6 അധ്യാപകർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നത് ഏറെ സങ്കടകരമാകുന്നു. അനധ്യാപകർ ഉൾപ്പെടെ ആ അപകടത്തിൻ്റെ ഭാഗമാവുകയും അതിൽ മരണപ്പെടുകയും ചെയ്തു എന്നതും ആ നാടിനെ ഒന്നടങ്കം വേദനയിൽ ആഴ്ത്തുന്നു എന്നതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ളത്. ഒരു പക്ഷേ ഈ കുട്ടികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്ന അധ്യാപകർ, കുട്ടികൾക്കെല്ലാം അധ്യാപകരെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനുള്ളത്. സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം അധ്വാനിച്ചിരുന്ന ഒരു പറ്റം അധ്യാപകരാണ് അവർ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു. ഈ സ്കൂളിൽ മികച്ച വിജയം കൈവരിക്കുന്നതിന്, കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നതിന്, പഠന ഇതര വിഷയങ്ങളിൽ ഉൾപ്പെടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് എല്ലാം ഈ അധ്യാപകർ മുന്നിട്ട് നിന്നിരുന്നു എന്നതാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. ഒപ്പം അധ്യാപകർക്കിടയിലുണ്ടായിരുന്ന കൂട്ടായ്മയും സൗഹൃദവും എല്ലാവരും പങ്കുവയ്ക്കുന്നു. അതിൽ തന്നെ ഈ വിനോദയാത്രയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവർ, മാറി നിന്നവർ 3 പേർ മാത്രം ആയിരുന്നു എന്നതാണ്. അധ്യാപകരായ യശോദ, റസീന എന്നിവർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ആണ് ഇവർ മാറി നിന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 1ാം ക്ലാസ്സിലെ അധ്യാപികയായ ഹസനത്ത്, KG അധ്യാപികമാർ ആയിട്ടുള്ള യശോദ, റസീന എന്നിങ്ങനെ 3 പേർ മാത്രമാണ് ഈ വിനോദയാത്രയിൽ നിന്ന് മാറി നിന്നത് എന്നതാണ്. അവർക്കിപ്പോഴും ഈ ഞെട്ടലിനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരേ സ്റ്റാഫ് മുറിയിൽ എത്രയോ കാലങ്ങളായി അവർ സൗഹൃദങ്ങൾ പങ്കിട്ടിരുന്നു, ഒരുമിച്ച് സംസാരിച്ചിരുന്നു, കുട്ടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അങ്ങനെയുള്ള അധ്യാപകർ ആണ് പൊടുന്നനെ അപ്രതീക്ഷിതമായി യാത്ര പറയുന്നത്. അതാകട്ടെ ഒരു സംഘം അധ്യാപകർ ഒന്നടങ്കം ആ സ്റ്റാഫ് റൂമിൽ നിന്നായിരുന്നു അവർ ഒരുമിച്ച് ഓരോ ക്ലാസ് മുറിയിലേക്കും പുറപ്പെട്ടിരുന്നത്. പിന്നീട് അതേ സ്റ്റാഫ് മുറിയിൽ തന്നെയാണ് പഠനത്തിന് ശേഷം ഓരോ അവർ കഴിയുമ്പോഴും ആ സ്റ്റാഫ് മുറിയിലേക്കാണ് അവർ തിരികെ എത്തിയിരുന്നത്. ഇനി അങ്ങനെ തിരികെ എത്താൻ ആ അധ്യാപകരില്ല
എന്നതാണ് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായി മാറുന്നത്. അങ്ങനെയുള്ള വലിയൊരു സൗഹൃദ കൂട്ടായ്മയിൽപ്പെട്ട അധ്യാപകർ ആണ് ഇപ്പോൾ യാത്ര പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അധ്യാപകർക്ക് യാത്രയയക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അത്രയും വലിയ ജനാവലി അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. നിലയ്ക്കാത്ത ആൾപ്രവാഹം ആണ് ഇപ്പോഴും ഉള്ളത്. അവരെ നിയന്ത്രിക്കാൻ പാടുപെടുന്നു. ഒരുപക്ഷെ നിശ്ചയിച്ച സമയത്ത് പൊതുദർശനം പൂർത്തിയാക്കാൻ പറ്റാതെ പോകുന്നു. 10:15 പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം വസതികളിലേക്ക് മാറ്റണം എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എങ്കിൽ പോലും അത് സാധ്യമാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിരവധി കൊച്ചുകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അവരെ അടക്കം പഠിപ്പിച്ചിരുന്ന അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ ആണ് മടങ്ങുന്നത്. ഒരുപക്ഷെ ആ കുട്ടികൾക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ പോലും പറ്റും എന്നതിൽ നമുക്ക് സംശയമുണ്ട്. പക്ഷേ പല കുട്ടികളും നിശബ്ദരായി കണ്ണീർ വാർത്ത് അവർക്കൊന്നും പറയാനില്ല. സാധാരണ നമുക്കറിയാം ഈ സമയത്തൊക്കെ ഒരു കൂട്ടം കുട്ടികളുണ്ട് എങ്കിൽ അവർ പരസ്പരം കളിച്ചും ചിരിച്ചും കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞുമൊക്കെ ഇരിക്കേണ്ട സമയത്ത് ആ കുട്ടികൾക്കൊന്നും സംസാരിക്കാനില്ല. അവരുടെ കണ്ണുകളിൽ മുഖത്ത് ആ വികാരം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട അധ്യാപകരെ നഷ്ടമായതിൻ്റെ താങ്ങാനാകാത്ത വേദനയിൽ ആണവർ. മറ്റ് പല മുതിർന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുഖത്ത് ഇത് മാത്രമാണ്. നിറഞ്ഞ കണ്ണുകളോടെയല്ലാതെ ആരെയും നമുക്ക് ആ സ്കൂൾ അങ്കണത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകർ, സഹപ്രവർത്തകർ, ഒരു നാടിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, പ്രിയങ്കരായ ആളുകൾ ഒക്കെയാണ് യാത്രയാകുന്നത്. എപ്പോഴും നമുക്കറിയാം ഒരു സ്കൂൾ, ആ സ്കൂളിലെ അധ്യാപകർ അവർ സ്വന്തം വിദ്യാർത്ഥികൾക്ക് അപ്പുറത്ത് സാമൂഹികമായി നമുക്ക് അവരോട് പുലർത്തുന്ന ഒരു ആത്മബന്ധമുണ്ടാകും. ഒരു സ്കൂൾ എന്നത് ഒരു നാടിൻ്റെ ഒരു പൊതുവികാരമാണ്. പലപ്പോഴും അവിടെ കുട്ടികൾ തങ്ങളുടെ മക്കളോ ഒന്നും പഠിക്കണമെന്നില്ല. പലരും ആ നാട്ടിലെ പല ആളുകളും ഒരുപക്ഷെ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാകാം. അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ അവിടെ പഠിക്കുന്നുണ്ടാകും. അങ്ങനെയൊന്നുമില്ല എങ്കിൽ പോലും ഒരു നാടിന് എപ്പോഴും അവിടുത്തെ സ്കൂൾ എന്നതൊരു അഭിമാനമാണ്. അവരുടെ വൈകാരിക തലങ്ങളിൽ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അധ്യാപകർ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും ആ നാടിന് എന്നതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയുള്ള അധ്യാപകർ ആണ് ഇപ്പോൾ വിട പറയുന്നത്. അതാകട്ടെ അപ്രതീക്ഷിതമായ ഒരു യാത്ര പറച്ചിലായിപ്പോയി. അത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏറെ സന്തോഷത്തോടു കൂടി സമയം ചെലവഴിച്ചിരുന്ന ഒരു സമയത്താണ് ഈ വിടവാങ്ങൽ എന്നതാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ആർക്കും ഒന്നും പറയാനില്ലാത്ത, എല്ലാവരും നിശബ്ദരായി പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ആ സ്കൂൾ മുറ്റം കടന്നു പോകുന്നത്. കളിചിരികൾ നിറഞ്ഞിരുന്ന ആ സ്കൂൾ മുറ്റത്ത് ഇപ്പോൾ കണ്ണീർ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹപ്രവർത്തകരെ കാണാൻ സാധിക്കുന്നുണ്ട്, കുട്ടികളെ കാണാൻ സാധിക്കുന്നുണ്ട്, രക്ഷിതാക്കളെ കാണാൻ സാധിക്കുന്നുണ്ട്. പരസ്പരം പറഞ്ഞ് ആശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം 9 പേർ ആണ് മരണപ്പെട്ടത്. അവരുടെ ബന്ധുക്കൾക്ക് പരസ്പരം ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാതെ അത്രമേൽ കണ്ണീരണിഞ്ഞ് ശോകമൂകമായ അന്തരീക്ഷത്തിൽ ആ സ്കൂൾ അങ്കണം അതാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മൃതദേഹങ്ങൾ വസതികളിലേക്ക് എപ്പോഴേക്ക് കൊണ്ടുപോകാം എന്നാണ് അവിടെ ഉള്ള ബന്ധുക്കളും മറ്റ് ഉള്ളവരുമൊക്കെ പ്രതീക്ഷിക്കുന്നത്. പൊതുദർശനം തീരാൻ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.